അഫോർഡബിൾ ആയിട്ടുള്ള കൊറിയൻ സ്കിൻ കെയർ ചെയ്യാൻ നോക്കുന്ന ആളുകളാണോ നിങ്ങൾ? ഇപ്രാവശ്യം നൈക്കയിൽ നിന്ന് കുറച്ച് ഷീറ്റ് മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഓഫർ എന്താണെന്ന് വെച്ചാൽ 2 ഷീറ്റ് മാസ്ക് മേടിക്കുമ്പോൾ 1 ഷീറ്റ് മാസ്ക് ഫ്രീ. നല്ലൊരു ഓഫറായിട്ട് തോന്നി. മിക്ക സമയത്തും ഈ ഓഫർ അവിടെ ഉണ്ടാവാറുണ്ട്. സോ ഇഫ് യു ആർ ഇൻ ടു കൊറിയൻ സ്കിൻ കെയർ, നിങ്ങൾക്ക് കൊറിയൻ സ്കിൻ കെയർ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആദ്യം ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കുക. കൊറിയൻ ഷീറ്റ് മാസ്ക്. സ്കിൻ കെയർ ചെയ്യാൻ ലേസി ആണെങ്കിൽ ഈ ഒരൊറ്റ ഷീറ്റ് മാസ്ക് മതി കേട്ടോ. നമ്മുടെ അത്യാവശ്യം വേണ്ട ഒരു സ്കിൻ കെയർ ആ ഒരു ഷീറ്റ് മാസ്കിൽ തന്നെ ഫിനിഷ് ആവും. കാരണം അവരതിൽ സീറംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോരോ ഫ്രൂട്ട്സിൻ്റെയും പിന്നെ നല്ല നല്ല സ്കിൻ കെയർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള സീറം ഷീറ്റ് മാസ്കാണ് ഇവർ യൂസ് ചെയ്യുന്നത്. കൊറിയൻ സ്കിൻ കെയറിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അത് ഇന്ത്യയിൽ എത്തുമ്പോഴേക്കും അതിൻ്റേതായ ടാക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആ സ്കിൻ കെയർ പ്രോഡക്ട്സൊക്കെ നല്ല എക്സ്പെൻസീവായിട്ടാണ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഷീറ്റ് മാസ്ക് ഉണ്ടല്ലോ, ഇത് വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ കുറേ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. സോ ഡു സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊറിയൻ സ്കിൻ കെയർ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ 6 എണ്ണമാണ് മേടിച്ചിട്ടുള്ളത്, 6 ഷീറ്റ് മാസ്ക്. അപ്പോൾ ബൈ 2 get 1 ആയതുകൊണ്ട് തന്നെ എനിക്ക് 3 എണ്ണം എക്സ്ട്രാ ഫ്രീ കിട്ടി. കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഉണ്ട് കേട്ടോ, ഓരോരോ ഫ്ലേവറിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് അവരുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്ലേവേഴ്സും ഇവിടെ മേടിച്ചിട്ടുണ്ട്. നൈക്കയുടെ നല്ല പാക്കേജിംഗ് ആണ്, പേപ്പർ പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റ് ഇതേപോലത്തെ ഒരു അലൂമിനിയം ഷീറ്റ് പോലത്തെ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. ഇത്രയും ഷീറ്റ് മാസ്ക് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. സോ ഇതിപ്പോൾ എനിക്കൊരു 6 months യൂസ് ചെയ്യാൻ പറ്റും. കാരണം വൺസ് ഇൻ എ മന്തൊക്കെ ഷീറ്റ് മാസ്ക് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതും നമ്മുടെ സ്കിന്നിന് അത്രയും ഒരു പാമ്പറിങ് ആവശ്യമാണെന്ന് കാണുമ്പോൾ മാത്രം വൺസ് ഇൻ എ മന്തൊക്കെ ചെയ്താൽ മതി കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ബെനഫിറ്റ് നല്ല ബെനഫിറ്റാണ്. കാരണം ഇതിലുള്ളത് റിയൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇവർ അതൊക്കെ റിയൽ ആയിട്ടുള്ള എസെൻസ് ആണ് ഈ ഷീറ്റ് മാസ്കിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ ഫേസ് ഷോപ്പ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. ഞാൻ പൊതുവേ ഈ ഒരു കൊറിയൻ ഫേസ് ഷീറ്റ് മാസ്ക് ആണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിലും എഫക്റ്റീവ്നെസ് ആണെങ്കിലും വെറുതെ ഒരു എന്താ പറയുക സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇട്ട് ഒരുപാട് ഓവറാക്കാത്ത ഒരു ഷീറ്റ് മാസ്ക് ആണ്. അതിൻ്റെ സീറംസൊക്കെ നമ്മുടെ സ്കിന്നിലായിട്ട് അബ്സോർബ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. കൂടാണ്ട് ഇതിൽ അനാവശ്യമായിട്ടുള്ള ഓയിൽസ്, ഫ്രാഗ്രൻസ്, ആൽക്കഹോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മിക്ക സമയത്തും ഫേസ് ഷോപ്പിന് ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. ബൈ 1 get 1, ബൈ 2 get 1. അപ്പോൾ അങ്ങനത്തെ ഓഫേഴ്സൊക്കെ നടക്കുന്ന സമയത്ത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് പല പല ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ്. ഇത്രയും ഫ്ലേവേഴ്സ് മേടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും കൺഫ്യൂസ്ഡ് ആണ് ഇതിലേതാണ് ഇപ്പോൾ ട്രൈ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം കൂടുതൽ ചോയ്സ് കിട്ടുന്തോറും നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരും. പക്ഷേ ഞാൻ ആലോചിച്ചു, കൊറിയൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ തന്നെ റൈസാണ് എൻ്റെ മൈൻഡിലോട്ട് ആദ്യം വരുന്നത്. അവർ റൈസാണല്ലോ കൊറിയൻ സ്കിൻ കെയറിൽ ഗ്ലാസ് സ്കിന്നിനും ബ്രൈറ്റനിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു റൈസിൻ്റെ ഷീറ്റ് മാസ്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്ന് റൈസിൻ്റെ തന്നെ ട്രൈ ചെയ്യാമെന്ന്. അതിന് മുൻപായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഫ്ലേവേഴ്സൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഫസ്റ്റ് ഇതാ ഈ അലോവേരയുടെ ആണ്. അലോവേര നമുക്കറിയാം ഹൈഡ്രേറ്റിംഗ്, മോയ്സ്ചറൈസിങ് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ എസെൻസാണ് ഈ ഒരു ഷീറ്റ് മാസ്കിലുള്ളത്. നിങ്ങൾക്ക് മോയ്സ്ചറൈസിങ് ഒക്കെ വേണമെങ്കിൽ അലോ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാം. ജിൻസെങ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഏജിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതൊരു വേരാണ് കേട്ടോ. നമ്മുടെ ആയുർവേദം പോലെ അവർക്ക് ഹാൻഡ് ബാങ്ക് ഉണ്ട്. അവരുടെ ആയുർവേദത്തിനെ പറയുന്നതാണ് ഹാൻഡ് ബാങ്ക് എന്ന്. അതിലുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ റെഡ് ജിൻസെങ്. പിന്നെ ഉള്ളത് പൊട്ടറ്റോ നമ്മൾ ബ്ലീച്ചിങ് ഏജൻറ്റായിട്ടൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ഒക്കെ വെക്കാറില്ലേ. അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷന് പൊട്ടറ്റോ നല്ലതാണ്. സോ അതൊരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഷീറ്റ് മാസ്കിൽ അതിൻ്റെ എസെൻസ് ഉണ്ട്. വേറെ ഉപയോഗിക്കുന്നത് ഗ്രീൻ ടീ ആണ് കേട്ടോ. ഗ്രീൻ ടീ നമ്മൾക്ക് കുടിക്കാൻ മാത്രമല്ല അതിന് സ്കിന്നിന് പുറമേ പുരട്ടുന്നതിലും നല്ലവണ്ണം ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. സോ ഗ്രീൻ ടീ ഈസ് ഓൾസോ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിമ്പിൾസ്, ആക്നെ ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതാ റൈസാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ കൊറിയൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ തന്നെ റൈസാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൈൻഡിലോട്ട് വന്നത് ഓക്കെ റൈസ് ട്രൈ ചെയ്യാം. ഇതിന് മുൻപ് ഞാൻ ഷോർട്സ് ആയിട്ട് റൈസിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ബ്രൈറ്റനിങ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹണി ഈസ് യൂസ്ഡ് ഫോർ ഹൈഡ്രേഷൻ. സോ H ഫോർ ഹൈഡ്രേഷൻ എന്ന് ഓർത്താൽ മതി. ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഹണിയുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ മതി കേട്ടോ. നല്ലപോലെ വരണ്ട ചർമ്മമുള്ളവർക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് നല്ലതായിരിക്കും.
നെക്സ്റ്റ് വൺ ചാർക്കോളാണ്. ചാർക്കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പ്യൂരിറ്റീസൊക്കെ വലിച്ചെടുക്കാനും ഒരുപാട് പൊല്യൂഷനൊക്കെ ഉള്ള സ്ഥലത്താണ് നിങ്ങൾ താമസിക്കണമെങ്കിൽ നന്നായിട്ട് നമ്മുടെ പോഴ്സിലൊക്കെ പൊല്യൂട്ടഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് ചാർക്കോൾ യൂസ് ചെയ്യാം. പിന്നെ ബ്ലൂബെറി ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ബ്ലൂബെറി പൊമഗ്രനേറ്റ് ഒക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും എക്സ്ഫോളിയേറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ ബ്ലൂബെറിയുടെ ഒരു ഫേസ് മാസ്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം അവക്കാഡോയുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ അത്രയധികം കണ്ടിട്ടില്ല മാർക്കറ്റിൽ. പക്ഷേ അതിൻ്റെ ഒരു ഷീറ്റ് മാസ്ക് കണ്ടപ്പോൾ എനിക്കൊരു കുറച്ച് കൗതുകം തോന്നിക്കൊള്ളാലോ ഈ ഒരു പ്രൊഡക്റ്റ്. എന്തായാലും അവക്കാഡോ ഒക്കെ മേടിച്ച് നമ്മളത് ഗ്രൈൻഡ് ചെയ്തൊന്നും മുഖത്ത് തേക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് മാസ്ക് ആണെങ്കിൽ അത് നല്ല കൺവീനിയൻ്റ് അല്ലേ. ഓൾറെഡി അതിൽ അവക്കാഡോയുടെ സീറംസ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു വേറൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ ഉണ്ട് സീറംസ് ആയിട്ട്. സോ ഒന്നും അരക്കുകയോ പിഴിയോ ഒന്നും വേണ്ട. സാധാരണ വീട്ടിൽ അലോവേര ജെൽ ഉണ്ടെങ്കിൽ നമ്മൾ കറ്റാർവാഴ മുറിച്ച് അതിൻ്റെ ജെല്ലൊക്കെ ഒന്ന് ചുരണ്ടി എടുത്ത് മുഖത്ത് തേക്കാനൊക്കെ ഒരുപാട് ടൈം വേസ്റ്റ് ആവും അല്ലേ. സോ ഇതൊന്നും വേണ്ട. ഒരു ലേസി പേഴ്സൻ്റെ ഒരു സ്കിൻ കെയറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് മാസ്ക് ആണ് ഫേസ് ഷോപ്പിൻ്റെ. സോ നമുക്കിനി ഷീറ്റ് മാസ്ക് ഉപയോഗിക്കണതിലേക്ക് കടക്കാം. പാക്കേജിങ് ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലത്തെ അലൂമിനിയം ടൈപ്പ് ഒരു പാക്കേജിങ് ആണ്. ഷീറ്റ് മാസ്ക് നല്ലപോലെ പ്രിസർവ് ചെയ്യുന്ന തരത്തിലാണ് ഇവർ ഈ പാക്കേജിങ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വാട്ടർ പ്രൂഫും ആണ്. ഇതിൻ്റെ മുകളിൽ വെള്ളമൊന്നും വീഴാണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള ടൈപ്പ് ഒരു പാക്കേജിങ് ആണിത്. സോ ഞാൻ റൈസാണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. റൈസിൻ്റെ ചില കെമിക്കൽ കമ്പോണൻറ്റ്സ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും കേട്ടോ. സോ അതിൽ ബ്രൈറ്റനിങ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോൾഡ് പ്രസ്ഡ് അവരുടെ ഒരു പ്രത്യേക ടെക്നിക്കിലൂടെയാണ് ഈ ഷീറ്റ് മാസ്ക് ഉണ്ടാക്കുന്നത്. ഇതിൽ ഈ സീറംസ് ഉണ്ടല്ലോ ഇതൊക്കെ ഇതിൽ ഇൻഫ്യൂസ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയാവാത്ത രീതിയിൽ കോൾഡ് പ്രസ്ഡ് ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ മടക്കി വെച്ച രീതിയിലാണ് ഷീറ്റ് മാസ്ക് വരുന്നത്. ഞാൻ എടുത്തപ്പോൾ തന്നെ ഡ്രിപ്പിംഗ് ആയിരുന്നു. ഇതിൽ ആ സീറംസൊക്കെ ഇങ്ങനെ ഒഴുകണമായിരുന്നു കേട്ടോ, തുള്ളി പോലെ. അപ്പോൾ അതൊന്നും വേസ്റ്റ് ചെയ്യാതെ ഞാനിതൊക്കെ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡ്രോപ്പ് പോലും വേസ്റ്റ് ചെയ്യരുത്. കാരണം ഇത് അത്രയും നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടല്ലേ അവർ ചെയ്യുന്നത്. സോ കൊറിയൻസിൻ്റെ സ്കിൻ കെയറിൽ എനിക്ക് നല്ല വിശ്വാസമാണ് കേട്ടോ. ഇന്ത്യൻ സ്കിൻ കെയറിലും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു റേറ്റ് മാത്രമാണ് കുറച്ച് കൂടുതൽ എക്സ്പെൻസീവാണ്. നിങ്ങൾ കൊറിയൻ സ്കിൻ കെയർ ട്രൈ ചെയ്യാൻ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫേസ് ഷോപ്പിൻ്റെ ഈ ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിന് 100 rupees മാത്രമേ ഉള്ളൂ. വെരി വെരി അഫോർഡബിൾ. കൂടാണ്ട് നിങ്ങളിപ്പോൾ ബൈ 1 get 1 ഓഫറിലൊക്കെ മേടിക്കുകയാണെങ്കിൽ 2 ഷീറ്റ് മാസ്ക് ഒക്കെ മേടിക്കാൻ പറ്റും. കൂടാണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഫ്രേഗ്രൻസും ഇല്ല. നമ്മൾ ഇറിറ്റേറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ ഫേസ് മാസ്കിലില്ല കേട്ടോ. നല്ല ഈസി ടു അപ്ലൈ ആണ്. കൂടാണ്ട് എഫക്റ്റീവും ആണ്. ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഫേസിൽ. എല്ലായിടത്തും സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ അവിടെയും കണ്ണിൻ്റെ അവിടെയൊക്കെ അവർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂക്കിൻ്റെ മുകളിലുള്ള ഈ ഒരു ഫ്ലാപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മൂക്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ സീറംസൊക്കെ നല്ലപോലെ മസാജ് ചെയ്തുകൊണ്ട് കൊടുക്കുക, സ്കിന്നിലോട്ടൊന്ന് പെനട്രേറ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ സീറംസ് റൈസിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റും സീറംസും ഒക്കെ സ്കിന്നിൽ അബ്സോർബായി പോകട്ടോ. എൻ്റെ കൈ നിറയെ സീറംസായി. അതൊന്ന് വേസ്റ്റ് ചെയ്യാതെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിൻ കെയറിൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ കഴുത്ത്. ഫേസ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാലോ, നെക്കും നമ്മൾ നല്ലപോലെ സ്കിൻ കെയർ ചെയ്യണം. ഇതിൻ്റെ ബാക്കി വരുന്ന സീറംസൊക്കെ കയ്യിലായത് ഞാൻ എൻ്റെ കൈയുടെ മുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 100 rupees നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഫേസ് ഷോപ്പ് എന്നാണ് ബ്രാൻഡ് നെയിം. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രൊഡക്ട്സും ഞാൻ റിവ്യൂ ചെയ്ത് ഷോർട്സിൽ കൊടുക്കാം കേട്ടോ, എങ്ങനെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് എന്നുള്ളത്. കൂടാണ്ട് ഇതിന് 100 rupees ആണെന്ന് പറഞ്ഞല്ലോ. അതുമാത്രമല്ല ഈ ഒരു ഫേസ് ഷീറ്റ് മാസ്ക് നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് എടുത്തു കഴിഞ്ഞാലും 10 മിനിറ്റാണ് വെക്കേണ്ടത് കേട്ടോ. 10 minutes ആണ് ഇവർ പറയുന്ന ടൈം. ഈ 10 minutes കഴിയുമ്പോഴേക്കും നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം. ഇതിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിലും സീറംസ് ഉണ്ടാവും. അതൊന്നും വേസ്റ്റ് ചെയ്യാതെ ഈ മാസ്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സീറംസാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. സീറംസിലാണ് കാര്യം ഇരിക്കുന്നത്. ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാതെ നമ്മളത് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 10 minutes കഴിയുമ്പോൾ നമുക്ക് ഷീറ്റ് മാസ്ക് എടുത്ത് കളയാം. പക്ഷേ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സീറംസൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്യാനായിട്ട് ടൈം കൊടുക്കാം. 10 minutes കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ അത് താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പുൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. ബ്രൈറ്റനിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ബൈ യൂസ് നമ്മൾ നല്ലപോലെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ
ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ സാധാരണ വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതൊക്കെ നല്ലപോലെ കണ്ണിൻ്റെ മുകളിലും നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഒക്കെ തോന്നുന്ന എവിടെയാണോ അവിടെയൊക്കെ അബ്സോർബ് ചെയ്ത് കൊടുക്കുക. എയർ ഡ്രൈ ആവാൻ ടൈം കൊടുക്കുക കേട്ടോ. ഒരിക്കലും ഇത് വൈപ്പ് ചെയ്ത് കൊടുക്കരുത്, വാഷ് ചെയ്തും കളയരുത്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഈ സീറംസൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബായി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വാഷ് ചെയ്ത് കളയരുതെന്ന് പറഞ്ഞല്ലോ, ഇതൊരിക്കലും വാഷ് ചെയ്ത് കളയരുത്. ഇതിൻ്റെ ആ സീറംസിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ പോകട്ടോ. സ്കിന്ന് തനിയെ അത് അബ്സോർബ് ചെയ്തെടുക്കണം. എയർ ഡ്രൈ ചെയ്ത് കൊടുത്താൽ മതി. എയർ ഡ്രൈ കഴിയുമ്പോഴേക്കും സ്കിന്ന് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് ഒട്ടണ പോലെ തോന്നും കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ സീറംസ് അബ്സോർബ് ആവുന്നതാണ്. സോ ഈ ഷീറ്റ് മാസ്കിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ്. നിങ്ങളിത് മേടിച്ച് നോക്കുക. 100 rupees ഉള്ളൂ കേട്ടോ. നൈക്കയിൽ അവൈലബിൾ ആണ്. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. പിന്നെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബിക്കോസ് ഐ മേക്ക് സ്കിൻ കെയർ മേക്കപ്പ് വീഡിയോസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.